നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഫേഷ്യലാണ്. കുഞ്ഞു ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു മിനി ഫേഷ്യൽ. അപ്പൊ കുഞ്ഞു ഫേഷ്യൽ ഞാൻ വിളിക്കാൻ കാരണം നമ്മൾ ആകെ 2 സ്റ്റെപ്സേ ചെയ്യാൻ പോകുന്നുള്ളൂ. ഒരു ക്ലെൻസിങ് സ്റ്റെപ്പും ചെയ്യും, പിന്നെ നമ്മളൊരു ഫേസ് മാസ്ക് ഇടും. അപ്പോ ഈ ഫേഷ്യൽ ചെറുതായതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾ ഫേഷ്യൽ ആഴ്ചയിൽ ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു 3-4 സ്റ്റെപ്സ് ഒക്കെ ഉള്ള ഫേഷ്യൽ നമ്മൾ മാസത്തിൽ 1-2 തവണ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഫേഷ്യൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഇത് വെളുക്കാനുള്ള ഫേഷ്യൽ അല്ല. അപ്പൊ നമ്മളെ സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കാനും അതുപോലെ അതിന്റെ തിളക്കമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഫേഷ്യൽ ഗ്ലോ കൊടുക്കുന്ന ഒരു ഫേഷ്യലാണ്. നമുക്ക് നേരം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ ക്ലെൻസിങ് സ്റ്റെപ്പിലോട്ടേക്ക് പോവാം. അപ്പൊ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലിസറിനും അതുപോലെ റോസ് വാട്ടറും ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ മാത്രമായിട്ട് ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്ലിസറിൻ മാത്രമായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ചിലർക്ക് ഗ്ലിസറിൻ സ്കിന്നിനെ ഡ്രൈ ആക്കും. ആക്ച്വലി ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ആക്കാണ് ചെയ്യുക, പക്ഷെ ചില കേസിൽ അത് ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ആണ് റോസ് വാട്ടർ എടുക്കുന്നു എങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂണോളം ഗ്ലിസറിൻ എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോട്ടൺ പാഡ് ആണ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലെൻസർ ഉണ്ടാക്കാം. ആദ്യം ഞാൻ റോസ് വാട്ടർ ആണ് ഒഴിക്കുന്നത്. അപ്പൊ ഇനി അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഗ്ലിസറിൻ ആണ്. അപ്പൊ ഗ്ലിസറിൻ 3 തുള്ളി ഗ്ലിസറിൻ. അപ്പൊ രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലെൻസർ. അപ്പൊ നമുക്കൊരു കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മുഖത്തുള്ള പൊടിയും അഴുക്കും ഒക്കെ ഈ ക്ലെൻസിങ് സ്റ്റെപ്പിലാണ് റിമൂവ് ആവാൻ പോകുന്നത്. നമ്മുടെ ക്ലെൻസിങ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പൊ ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. ഇനി നമുക്ക് നമ്മുടെ ഫേസ് മാസ്ക് ഉണ്ടാക്കണം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്കൊരു ഫേസ് മാസ്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മാമാഅർത്തിൻ്റെ അലോവേര ജെല്ലാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ നല്ലൊരു അലോവേര ജെല്ലാണ് കേട്ടോ. നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ലാണ്, പാരബനൊന്നും ഇല്ലാത്തത്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ തിളപ്പിക്കാത്ത പാലാണ്. എന്നിട്ട് 3ഉം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ പാല് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തൈര് എടുക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം. ഇനി കടലപ്പൊടി അലർജി ഉള്ളവരാണെങ്കിൽ മുൾട്ടാണി മിട്ടി എടുക്കാം, അതും അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടി എടുക്കാം. അപ്പോൾ ഈ 3 പൊടികളിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ കടലപ്പൊടി നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം കൂട്ടാനും അതുപോലെ സ്കിന്നെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും ഡെഡ് സെൽസ് കളയാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ അലോവേര ജെല്ലും പാലും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഈ മാസ്ക് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാം. ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു പാക്കാണ്. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, അതുപോലെ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് തരികയും ചെയ്യും. ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരുന്ന ഒരു പാക്കാണിത്. പിന്നെ ഈ ഒരു പാക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കാം. പാക്ക് പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് ഡ്രൈ ആവാൻ തുടങ്ങും. സ്കിന്ന് വലിയുന്ന പോലെ വെക്കണ്ട, നല്ലോണം ഉണങ്ങുന്നവരെ വെക്കണ്ട. ഒരു സെമി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് കഴുകിക്കളയാം. ഇതിപ്പോൾ ഡ്രൈ ആയി. അപ്പോൾ ഞാൻ കഴുകുന്നതിന് മുന്നേ ആയിട്ട് വെള്ളത്തുള്ളികളൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ പതുക്കെയാണ് മസാജ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാൻ കാരണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് എളുപ്പം നമ്മുടെ സ്കിന്നിലോട്ടേക്ക് വലിച്ചെടുക്കുകയും നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മസാജ് ചെയ്യുന്നത്. സ്കിന്നിന് നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മളെ ഇൻഗ്രീഡിയൻസ് അലോവേര ജെല്ലും അതുപോലെ പാലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടില്ല സ്കിന്ന്.
പിന്നെ കടലപ്പൊടി ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ നല്ലോണം ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ സ്കിന്നിനെ. അതുപോലെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് റിസൾട്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായ മാറ്റം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുവെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.